അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവന് ദൈവം അറിഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിലും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏത് വ്യക്തികൾ നമ്മെ അറിഞ്ഞാലും നമുക്കതുകൊണ്ട് വളരെ പ്രയോജനമൊന്നും ലഭിക്കുകയില്ല. നമ്മെ ലോകം അറിയുന്നതിൽ അല്ല സന്തോഷിക്കേണ്ടത്, പിന്നെയോ കർത്താവ് നമ്മെ അറിയുന്നതിലാണ് നാം സന്തോഷിക്കേണ്ടത്. ലോകം നമ്മെ പുകഴ്ത്തുമ്പോൾ നാം ഭയപ്പെടണം. കാരണം കള്ളപ്രവാചകന്മാരെയാണ് സാധാരണയായി ലോകം പുകഴ്ത്താറുള്ളത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യമാണ് നാം കേട്ടത്. ഒരു ദൈവമകനെയോ ദൈവമകളെയോ ലോകം പകയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ദൈവവചനപ്രകാരം ജീവിക്കുന്നു എന്നാണ്. യേശു പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ നിനക്ക് തന്നെ നന്മ ചെയ്താൽ ലോകം നിന്നെ പുകഴ്ത്തും എന്ന് 49-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും ദൈവത്തെ നമുക്ക് വാസ്തവമായി സ്നേഹിക്കാൻ കഴിയുന്നതും. വാസ്തവമായ ദൈവസ്നേഹം നമ്മിലേക്ക് അപ്പോൾ ഒഴുകി വരും. ഒരു വ്യക്തി കർത്താവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതിരിക്കുവാൻ കഴിയുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ തന്നോട് കൂടെ ഇരിക്കുവാനാണ് ആദ്യം ചിലരെ തിരഞ്ഞെടുത്തത്. അതിനുശേഷമാണ് പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ശിഷ്യന്മാരെ വേർതിരിച്ചത്. ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങുന്നതിൽ വലിയ കാര്യം ഇല്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. എന്നാൽ യേശുവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും സമയം കണ്ടെത്തിയാൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഭൂതങ്ങളെ പുറത്താക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും ധാരാളം കയ്യടികൾ ലഭിക്കുകയും ജനം അവരെ അറിയുകയും ചെയ്യുമെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളെയും ദൈവം അറിയുന്നു. പ്രസംഗിച്ച് നശിച്ചവർ കണ്ടേക്കാം, എന്നാൽ പ്രാർത്ഥിച്ച് നശിച്ചവർ ആരും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം പ്രസംഗിക്കുമ്പോൾ അവരെ ജനം അംഗീകരിക്കും എന്നതിനാൽ അവർ നിഗളിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് ദൈവം മാത്രം അറിയുന്നതിനാൽ നമുക്ക് താഴ്മയും വിനയവും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നശിച്ചു പോകുവാൻ സാധിക്കുകയില്ല. ആൽബ്രറ്റ് ഡ്യൂട്ടിന് ചെറുപ്പം മുതൽ ചിത്രകലയിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. അവനൊരു വലിയ ചിത്രകാരൻ്റെ ഒപ്പം പരിശീലനത്തിന് ചേർന്നു. അവിടെ വെച്ച് ചിത്രകലയിൽ താല്പര്യമുള്ള ഒരു സുഹൃത്തിനെയും ലഭിച്ചു. ഇരുവരും ദരിദ്രരായിരുന്നു. രണ്ടുപേരും ചെറിയ ഒരു മുറിയിൽ ഒരുമിച്ച് താമസം തുടങ്ങി. പക്ഷേ ഭക്ഷണത്തിനുള്ള പണം പോലും കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ആൽബ്രറ്റിൻ്റെ സുഹൃത്ത് താൻ പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്നും ആൽബ്രറ്റ് പഠനം തുടർന്നു കൊള്ളുവാനും പറഞ്ഞു. ആൽബ്രറ്റ് പഠനം പൂർത്തിയായ ശേഷം താൻ പഠനം തുടരാമെന്നാണ് അവൻ പറഞ്ഞത്. ഒടുവിൽ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പഠനം തുടർന്നു. സുഹൃത്തിന് ആ പകലോളം പണിയെടുത്ത് അവർക്ക് ജീവിക്കുവാനുള്ള പണം സമ്പാദിച്ചു. ആൽബ്രറ്റിൻ്റെ പഠനം പൂർത്തിയായി. അവൻ്റെ ചിത്രങ്ങൾക്ക് ധാരാളം ആവശ്യക്കാരെത്തി. സുഹൃത്ത് ജോലി മതിയാക്കി ചിത്രകലാ പഠനം പൂർത്തീകരിക്കുവാൻ ഒരുങ്ങി. പക്ഷേ അപ്പോഴേക്കും കഠിനാധ്വാനത്താൽ അവൻ്റെ കൈ പരുക്കനാവുകയും വിരലുകളുടെ വഴക്കം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അവനിനി ചിത്രം വരയ്ക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. ആൽബ്രറ്റിനത് തീരാ ദുഃഖമായി. ആൽബ്രറ്റ് ഒരു ദിവസം പുറത്തുപോയി വന്നപ്പോൾ സുഹൃത്ത് മുറിയിലിരുന്ന് കരങ്ങൾ ഉയർത്തി ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഹൃദയസ്പർശിയായ ആ രംഗം ആൽബ്രറ്റ് ഒരു ചിത്രമാക്കി. പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന പേരിൽ ആ ചിത്രം വിശ്വപ്രസിദ്ധമായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മറ്റുള്ളവരെ പോലെ നാം ലോകപ്രസിദ്ധർ ആയില്ലെങ്കിലും
പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരാമോ? ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയായി തീരാമോ? നമ്മെ കർത്താവിൽ പ്രസിദ്ധനാക്കുവാൻ യേശു ശക്തനാണ്. ആൽബ്രറ്റ് ഡ്യൂട്ടിന് നല്ലൊരു ചിത്രകാരനാകുവാൻ സാധിച്ചു. എന്നാൽ തൻ്റെ സ്നേഹിതൻ്റെ പ്രാർത്ഥനയാണ് അവനെ വിജയത്തിലെത്തിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തനിക്കൊരു ചിത്രകാരനാകുവാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇന്നും തൻ്റെ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. ഈ ലോകത്തിൽ നാം ഒന്നും നേടിയില്ലെങ്കിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും മറ്റുള്ളവരെ കാണിക്കുവാനില്ലെങ്കിലും സങ്കടപ്പെടേണ്ട. നമ്മുടെ നീതിയെ പ്രഭാതം പോലെയും നമ്മുടെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണവൻ. ആൽബ്രറ്റ് ഡ്യൂട്ടിന് ഒരു നല്ല ചിത്രകാരനാകുവാൻ സാധിച്ചു, ശരിയാണ്. ഈ ലോകത്തിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്നാൽ തൻ്റെ സ്നേഹിതന് ചിത്രകാരനാകുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവനൊരു ചിത്രകാരനായി തീർന്നിരുന്നെങ്കിൽ ദൈവത്തെ അറിയാത്തവനായി അവൻ തീരുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദൈവം സകലതും നന്നായി ചെയ്യുന്നവനാണ്. അവനൊരു ചിത്രകാരനായി തീരാതിരുന്നതിനാൽ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നു. ഒരു ദിവസം കൊണ്ടല്ല ഒരു ചിത്രകാരൻ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനും ഒരു ദിവസം കൊണ്ടല്ല പ്രാർത്ഥനാ മനുഷ്യനായി തീരുന്നത്. അവനാരും കാണാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഒരു ദിവസം ദൈവം അത് ആൽബ്രറ്റ് ഡ്യൂട്ടിനെ വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കർത്താവ് നമുക്ക് തന്നിട്ടുള്ള താലന്ത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആരും അനുമോദിച്ചില്ലെങ്കിലും ഇന്നു മുതൽ നമുക്ക് ദൈവം തന്ന താലന്ത് വ്യാപാരം ചെയ്ത് തുടങ്ങാം. ദൈവം അത് അറിയുകയും തക്ക സമയത്ത് നമ്മുടെ പ്രവൃത്തിക്ക് നന്മ പകരം നൽകുകയും ചെയ്യും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഭാവിയെ ഓർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തികമായിട്ട് വഴിയും വാതിലും തുറക്കണമേ. കടഭാരമുള്ളവരെ കടഭാരം മാറ്റി കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. താലന്ത് വ്യാപാരം ചെയ്യുവാൻ മടി കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല തീരുമാനമെടുത്ത് അങ്ങ് അവർക്ക് കൊടുത്തിട്ടുള്ള താലന്ത് വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ഒരുക്കമുള്ളൊരു ഹൃദയം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.